ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പോൾ ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അബൌട്ട് ആര്യൻ ആൻഡ് അതിൽ ആര്യനും നെവിനും ആയിരുന്നു ലാസ്റ്റ് അൺഒഫീഷ്യൽ വോട്ടിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് രാവിലത്തെ ഒരു അടിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് കിച്ചൺ ടീമിൽ നമ്മുടെ ക്യാപ്റ്റന്മാർ 3 പേരും, അതായത് 3 വാഴ ക്യാപ്റ്റന്മാർ, അക്ബർ, ആര്യന്, നെവിന്, ഈ 3 പേരാണുള്ളത്. അവർക്ക് കറക്റ്റ് ടൈമിൽ ഫുഡോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. അപ്പം ഇന്നലത്തെ ഒരു കംപ്ലയിൻറ്റ് അത് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാനവാസും അനുമോളും ഒക്കെ നല്ലപോലെ അത് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ലേറ്റായിട്ട് കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരു കറി, എന്താ പറയുക, ചോറിൻ്റെ കൂടെ ഒരു കറിയും കൂടെ കൊടുക്കാമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഷാനവാസ് ചോദിച്ചു, ഇത്രയും സാധനങ്ങൾ ഇവിടെ കിടപ്പില്ലേ? ഇത്രയും സാധനങ്ങൾ കിടക്കുമ്പോൾ ആകെ 9-10 പേരേ ഇവിടെ ഉള്ളൂ, 8-9 പേരേ ഇവിടെ ഉള്ളൂ. അവർക്ക് അത്രയും നല്ല ഒരു കറി, ഏതെങ്കിലും ഒരു തോരനോ കാര്യങ്ങളോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലേ എന്നിങ്ങനെ. അത് സ്വാഭാവികമായിട്ട് ആരും ചോദിക്കുന്ന ചോദ്യമാണ്. ബാക്കി എല്ലാവരും അവിടെ സഹിച്ചിരിക്കുന്നു. ഷാനവാസ് അതും റേസ് ചെയ്തു, അനുമോൾ ഓൾസോ അത് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ അനുമോളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അമ്മമാരൊക്കെ അത്രയും കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ. പിന്നെ ഷാനവാസിനോട് പറയുന്നുണ്ട്, നീയൊക്കെ വേണമെങ്കിൽ തിന്നിട്ട് പോടാ എന്നുള്ള രീതിയിലാണ് നെവിൻ സംസാരിച്ചത്. നെവിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർ എന്ന് വെച്ചാൽ ഭയങ്കര ഓവർ. അവൻ്റെ വിചാരം പുറത്ത് അവന് ഭയങ്കര ഫാൻസാണ്. അവന് ഫാമിലിയൊക്കെ വന്നതിന് ശേഷം അവന് കുറച്ചുകൂടെ അഹങ്കാരം കൂടിയിട്ടുണ്ട്. അപ്പം അവൻ്റെ വിചാരം അവന് ഭയങ്കര ഫാൻസാണ്. അവൻ്റെ കാര്യങ്ങൾക്കൊക്കെ എന്താ പറയുക, അവൻ്റെ ഓരോ ആക്ഷൻസ്, അവൻ്റെ ഓരോ ഡയലോഗ്സൊക്കെ ഭയങ്കര ഫാൻസാണ്. അതുകൊണ്ട് അവന് ബാക്കിയുള്ളവരെക്കാളും ഒക്കെ ഭയങ്കര ഫാൻസാണ്. ഞാൻ അവിടെ 100 ദിവസം നിന്ന് കപ്പ് വിൻ ചെയ്യും എന്നൊക്കെയാണ് അവൻ്റെ വിചാരം. പക്ഷേ ഇന്നത്തോടെ അവൻ ഭയങ്കര ഓവറായിരുന്നു. ഇനിയിപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്, അനുമോളുടെ ബെഡിലേക്ക് വെള്ളം ഒഴിക്കുന്നത്. നമുക്ക് നോക്കാം, വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് മോനെ എന്തിനാ മോനെ വെള്ളം ഒഴിച്ച് എന്നേ ചോദിക്കത്തുള്ളൂ. അതിപ്പം ഷാനവാസോ ആയിരുന്നുവെങ്കിൽ അത് വലിയൊരു ഭൂകമ്പം തന്നെ അവിടെ ഉണ്ടാക്കിയേനെ. ഇത് നെവിൻ ആയതുകൊണ്ട് ലാലേട്ടൻ ഒന്നും പറയത്തില്ല. കാരണം നെവിനും ആര്യനും അക്ബറും ലാലേട്ടൻ്റെയും ബിഗ് ബോസിൻ്റെയും നല്ല എന്താ പറയുക മക്കളാണ്. മനസ്സിലായോ? അമ്മായിയുടെ മോനെ മക്കളാണ്. അപ്പം അവരെ പറ്റിയൊന്നും പറയത്തില്ല കേട്ടോ. ഷാനവാസ് ആണെങ്കിൽ മാത്രമേ തെറി വിളിക്കത്തുള്ളൂ. ബാക്കി ആരെ പറ്റി മോനെ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം രാവിലെ നടന്ന അടി നെവിന് സത്യം പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അടിയായിരുന്നു. വേറെ ആരും തന്നെ ആ അടിയിൽ, അതായത് ഇടയ്ക്ക് കയറി വന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്, അക്ബറും നിന്ന് സഹായിച്ചൂടെ? അക്ബർ ആണെങ്കിൽ ആ ബീം ബാങ്കിൽ തന്നെ ഇരിപ്പാണ്. അക്ബർ ഒരു ജോലിയും ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു അക്ബർ എന്തെങ്കിലും ഫേവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അക്ബറും ആര്യൻ പിന്നീട് പോയി ഒരു തോരണം കണ്ട് ഉണ്ടാക്കി. പക്ഷെ അതല്ല, അക്ബറും ആര്യനും നെവിനും ഒരു വക. ഇന്നലെ തന്നെ ആണെങ്കിലും ആര്യൻ 2 വെളുത്തുള്ളി പൊളിച്ചതിന് ശേഷം അവിടെ ബീം ബാങ്കിൽ പോയി വീണ്ടും കിടക്കുക ചെയ്തത്. അപ്പം ഇവർക്ക് പറ്റത്തില്ല എങ്കിൽ ഇവരെന്താ ചെയ്യുക? ഈ കിച്ചണിലേക്ക് കയറരുതായിരുന്നു, വേറെ ആൾക്കാരെ ഇടണമായിരുന്നു. കഴിഞ്ഞ തവണ ഷാനവാസൊക്കെ കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്നു, നല്ല രീതിയിൽ പോയതായിരുന്നു. പക്ഷേ അനുമോൾ രാത്രി ഒരു പ്രശ്നം ഉണ്ടാക്കിയതല്ലാതെ വേറെ ഒന്നിനും ഒരു കുഴപ്പവും അവിടെ ഉണ്ടായിരുന്നില്ല. അക്ബർ എന്ന് പറഞ്ഞാൽ കുഴിമടിയനാണ്. അവൻ ആ ബീം ബാങ്കിൽ ഇരിക്കുന്ന ജോലി മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ടാണ് അനീഷ് ചോദിച്ചത്, അക്ബറിന് പോയി ഇത് സഹായിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ പതുക്കെ എഴുന്നേറ്റ് ഇങ്ങനെ പോയി കുലുങ്ങി അവിടെ വരെ പോയി അവിടെ വെറുതെ നിൽക്കുമായിരുന്നു. എന്നിട്ട് അപ്പം ഈ ഒരു അടി എന്ന് പറഞ്ഞാൽ ആവശ്യമാണ്. കാരണം ആകെ 8-9 പേരേ ഉള്ളൂ അവിടെ. അവർക്ക് പോലും ഫുഡ് നല്ലപോലെ ഉണ്ടാക്കി കൊടുക്കാൻ കിച്ചൺ ടീമുകാർക്ക് പറ്റുന്നില്ല. അതേപോലെ തന്നെ ക്യാപ്റ്റൻ, ഞാൻ വലിയ ക്യാപ്റ്റനാണ്, നീ ആരാടാ എന്ന് തന്നെയാണ് ഷാനവാസ് ചോദിക്കുന്നത്. ഈ ക്യാപ്റ്റൻ ആയെന്ന് കരുതിയിൽ അവിടെ വിന്നറായി എന്നുള്ളൊരു മീനിങ്സ് ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ നെവിൻ ഈ ചെയ്തത് വളരെ മോശമാണ്. ഷാനവാസ് മറ്റുള്ള ആൾക്കാരും അതിനെ ചൂണ്ടിക്കാണിച്ചതും നല്ലത് തന്നെയാണ്. വേറെ ആരും ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അനുമോളുമായിട്ടുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് നമുക്ക് ലൈവിൽ ഇപ്പം നടക്കുന്ന ടാസ്ക്കാണ്. അപ്പം ഷാനവാസ് ചെയ്തത് തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓൾസോ അനീഷും ചോദിക്കുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രശ്നം, ബാക്കിയുള്ളവർക്ക് എന്താണ് പോയി ഒന്ന് ചോദ്യം ചെയ്താൽ, നമുക്ക് ഇത്രയും പേരല്ലേ ഉള്ളൂ. ഷാനവാസ് ചോദിച്ച ഒറ്റൊരു കാര്യമാണ്, നമുക്ക് ഇത്രയും സാധനങ്ങളുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളൊന്നും വെച്ച് തരാത്തതെന്ന്. സ്റ്റേ ട്വൻ്റി ചാനൽ നമുക്ക് നോക്കാം എന്തായാലും.